കേണൽ എസ് ഡിന്നി. അതായത് തിരിച്ചടിക്കുക എന്നത് വൈകാരികമാണ്. പാകിസ്ഥാൻ ആക്രമിക്കുന്നു, അവരെ തിരിച്ചടിച്ച് പകരം വീട്ടുക എന്നത് ഓരോ ഭാരതീയൻ്റെയും അവകാശമാണ്. അവൻ ചിന്തിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷേ ഓരോ നീക്കങ്ങളും വൈകാരികതയ്ക്കപ്പുറം ആസൂത്രിതമാകുമ്പോഴല്ലേ ഭാരതത്തിൻ്റെ ചിന്തകൾക്ക്, ഭാരതത്തിൻ്റെ വൈകാരികതയ്ക്ക് കൃത്യമായ അർത്ഥം ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വികാരം ആവശ്യമാണ്. വികാരമില്ലാതെ മനുഷ്യർക്ക് ഒന്നും സാധിക്കത്തില്ലല്ലോ. പക്ഷെ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ അവർക്ക് വികാരത്തിനെ കൺട്രോൾ ചെയ്ത് വിവേകം ഉപയോഗിച്ച് തീരുമാനങ്ങളിലേക്ക് എത്തുന്നതുകൊണ്ടാണ് അവർ ആ പദവിയിൽ ഇരിക്കുന്നത്. അത് രാഷ്ട്രീയ പദവിയാലും ശരി, സൈനിക പദവിയാലും ശരി. കാരണം അതാണ് അവരെ ജീവിതത്തിൽ അവരെ പഠിപ്പിച്ച് അവരെ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടാണ് ആ പദവിയിൽ ഇരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ലെവലിൽ ഇരിക്കുന്ന ആളുകൾ എപ്പോഴും രാഷ്ട്രത്തിന്റെ താല്പര്യം മുന്നിൽ വെച്ച് ഏറ്റവും ഉചിതമായിട്ട് ഏത് തീരുമാനം എടുക്കുന്ന ആ തീരുമാനം വിവേകത്തോടെ മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഒരു രീതിയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 22-ാം തീയതി ഇങ്ങനെ ഒരു വളരെ ഹീനമായിട്ടുള്ള ഒരു അറ്റാക്ക് നടന്നു. അത് കഴിഞ്ഞിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ എങ്ങനെയാ നോക്കൂ, ഓരോ ഇപ്പൊ പ്രൈം മിനിസ്റ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ പ്രൈം മിനിസ്റ്റർ വളരെ വ്യക്തമായിട്ട് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റിയിൽ അദ്ദേഹം ലോകത്തും ഭാരതത്തിലുള്ള എല്ലാവരുടെ പറഞ്ഞു, നമ്മൾ ഇതാരാണ് ചെയ്ത് അവർക്ക് തീർച്ചയായിട്ടും അവരെ കണ്ടെത്തുകയും അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഇനി ആർക്കും ഡൗട്ട് ഇല്ല നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു 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 പണിഷ്മെന്റ് കിട്ടും എന്നുള്ളതിനകത്ത് ഒരു ആംബിഗ്യൂട്ടി ഇല്ല. പ്രൈം മിനിസ്റ്റർ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആളുകൾ ചോദിച്ചാൽ എന്താണ് നമ്മളെ പ്ലാൻ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് നടന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് നെക്സ്റ്റ്, നമ്മൾ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈനികമായിട്ടുള്ള കാര്യങ്ങൾ അത് മീറ്റിംഗ്സ് നടക്കുകയാണ്. ഓരോ ജോയിന്റ് ആയിട്ടുള്ള മീറ്റിംഗ്സ് നടന്നു. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചീഫിനെ കണ്ടു. ഇന്നലെ എയർ ചീഫിനെ കണ്ടു, മെനിഞ്ഞാന്ന് നേവി ചീഫിനെ കണ്ടിരുന്നു, ഇന്നിപ്പോ ഡിഫൻസ് സെക്രട്ടറിയെ കണ്ടു. അപ്പൊ അങ്ങനെ ഓരോ രീതിയിലും അത് ഒരു മെസ്സേജ് കൂടിയാണ്, നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഇന്നിപ്പോ ലേറ്റസ്റ്റ് നോക്കൂ എന്താണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഹോം മിനിസ്ട്രിയുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. മെയ് 7-ാം തീയതി മോക്ക് ഡ്രിൽസ്, അതായത് പാകിസ്ഥാൻ പിന്നീട് എന്തെങ്കിലും അറ്റാക്ക് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പൗരന്മാർ എങ്ങനെയാണ് ആ കാര്യങ്ങൾ നേരിടേണ്ടുള്ളൂ എന്നുള്ള ഒരു വാർണിംഗ് ആണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഭീതി കൊടുക്കാൻ വേണ്ടിയൊന്നല്ല, പക്ഷെ നമുക്കൊരു മനസ്സിനകത്ത് വേണം എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലാത്ത, കാരണം അവരൊന്നും ഒരിക്കലും ഒരു യുദ്ധവും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഈവൻ പഞ്ചാബിലും രാജസ്ഥാനിലും ഒക്കെ ആണെങ്കിൽ തന്നെയും അവിടെയും ഇന്നത്തെ ജനറേഷൻ ആരും അത് കണ്ടിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അവിടുത്തെ ആളുകൾക്കും എല്ലാവർക്കും ഒരു മനസ്സിനകത്ത് അതുപോലെ തന്നെ ചില ഡ്രിൽസ് ഒക്കെ ഇപ്പോഴേ പറയുകയാണെങ്കിൽ അഥവാ അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് രക്ഷപ്പെടാനും നമുക്ക് നമ്മുടെ സൈന്യത്തിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. അപ്പൊ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നടപടിയാണ്. അതിന് കാരണം എന്താണ്? പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അവരെ ഒരിക്കലും നമുക്ക് ഒരു കാര്യത്തിലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഒരു റാഷണാലിറ്റി ഇല്ലാത്ത ഒരു രാജ്യമാണ്. അതായത് ബുദ്ധിയോ വിവേകോ അങ്ങനത്തെ ഒരു രീതിയിലൊന്നും ഉപയോഗിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജനറൽമാരിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി നമ്മളിപ്പോ ഇന്ന് സലാൽ ഡാമിന്റെ, അതായത് റിവർ ചെനാബിലുള്ള ആ ഡാം നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളം കുറഞ്ഞു വരുന്നുണ്ട് അവിടെ. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പം അവര് ഇതിനൊന്ന് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി അവരായിട്ട് എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയാൽ തന്നെ, ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരിക്കലും അത് എഴുതിത്തള്ളാൻ പറ്റാത്ത കാര്യമാണ്. പാകിസ്ഥാന്റെ കാര്യമായിട്ട് പലപ്പോഴും യുദ്ധം അവരാണ് തുടങ്ങുന്നത്, ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അവിടാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പെഹൽഗാം ഒരു ഇൻസിഡന്റ് ആണ്, നമ്മളെ സംബന്ധിച്ചിട്ട് അതൊരു യുദ്ധം തന്നെ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ എന്നാലും പാകിസ്ഥാന്റെ അവസ്ഥ ഇപ്പം അവരെങ്ങനെയെങ്കിലും ഒന്ന് ഹൈപ്പപ്പ് ആക്കി ഒരു എസ്കലേറ്റ് ചെയ്ത് ഒരു ഫോറിൻ മീഡിയേഷൻ കൊണ്ടുവന്ന് ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പാകിസ്ഥാൻ സൈന്യം നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്നും ഞാൻ പറഞ്ഞു, നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു രാജ്യം ഒരു ക്രൈസിസ് വരുമ്പം അതിനെ എങ്ങനെയാണ് നേരിടുന്നുള്ളത്, അതായത് ഒരു സൈന്യം മാത്രമല്ല, ഗവൺമെന്റ് ഫംഗ്ഷണറീസ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്സ്, പിന്നെ ബാക്കിയുള്ള എല്ലാ ഹോൾ ഓഫ് നേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഓരോ ചർച്ചയിലും പങ്കുചേരുന്നവർ. ഒരിക്കലും നമ്മൾ അതിൽ വിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇതുവരെ കണ്ടില്ല. ചില അങ്ങോ ഇഞ്ഞോ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്നത് അതിന് നമ്മൾ 144 കോടി ആളുകളിടയ്ക്ക് അതൊക്കെ വരും. അതല്ലാതെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മതത്തിന്റെ പേരിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഹിസ്റ്റീരിക്കൽ ആയിട്ടുള്ള കാര്യമൊന്നും നമ്മൾ കണ്ടില്ല. അതാണ് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസവും കൂടി നമുക്ക് പറയാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഒരു ആക്ഷനിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്
നമ്മളെ സംബന്ധിച്ചോളം സമയം ഒരു 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 കൺസ്ട്രെയിന്റ് അല്ല. നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നാളെ തന്നെ ചെയ്യണം, ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യണം, അങ്ങനൊന്നുമില്ല. നമുക്ക് നമ്മളെ സമയം ചൂസ് ചെയ്യാം. ആ സമയം ചൂസ് ചെയ്ത് അത് നടപ്പാക്കുക മാത്രമാണ് സൈന്യത്തിന്റെ ഇപ്പോഴത്തെ നടപടികളെല്ലാം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഇതുപോലെ ക്ഷമയോടെ നിന്ന് ഇതിൽ നമ്മളെല്ലാം ഇതിന്റെ ഭാഗമാണ് ഇപ്പോ. കാരണം ഇതൊരു ആ ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതിനകത്ത് എഫക്ട് ആവും. അപ്പൊ ആ രീതിയിലേക്ക് ക്ഷമയോടെ ഉത്തരവാദിത്തോടെ തന്നെ നല്ല നല്ല പൗരന്മാരെന്നുള്ള നിലയിൽ മുന്നോട്ട് പോകണം തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവർക്കും ചിന്തിച്ച് ചെയ്യേണ്ട കാര്യം.